വാഴക്കുളം ബ്ലോക്കിലെ പുതിയ ബജറ്റിൽ പാർപ്പിട ആരോഗ്യ മേഖലയ്ക്ക് പ്രാധാന്യം. പാർപ്പിട മേഖലയ്ക്ക് 1,16,00,000 രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിന് 1,88,00,000 രൂപ വിനിയോഗിക്കും. പാർപ്പിട ആരോഗ്യ മേഖലകൾക്ക് മുൻതൂക്കം നൽകി വാഴക്കുളം ബ്ലോക്കിൽ പുതിയ ബഡ്ജറ്റായി. ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് അജി ഹക്കീം അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് തനത് വരുമാനം എന്നത് പ്രധാനമായും ജനറൽ പർപ്പസ് ഫണ്ട് ഇനത്തിൽ സർക്കാരിൽ നിന്നും ലഭ്യമാകുന്ന തുകയാണ്. 2025-26 സാമ്പത്തിക വർഷം വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ജനറൽ പർപ്പസ് ഫണ്ട് ഇനത്തിൽ ലഭ്യമാകുന്നത് 88,67,000 രൂപയാണ്. 2024-25 സാമ്പത്തിക വർഷത്തെ നീക്കി ബാക്കി 27,62,795 രൂപ ഉൾപ്പെടെ നമ്മുടെ ആകെ തനത് വരുമാനം 1,01,77,025 രൂപയാണ്. ഓഫീസ് പ്രവർത്തനത്തിനും ശമ്പളം, ഓണറേറിയം എന്നിവയ്ക്കും നമ്മൾ ആശ്രയിക്കുന്നത് ഈ തുകയാണ്. പരിമിതമായ വരുമാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്തിന് ഇടപെടാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. യോഗത്തിൽ പ്രസിഡന്റ് KM അൻവർ അലി അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം വെങ്ങോല, വാഴക്കുളം, കിഴക്കമ്പലം, എടത്തല, ചൂർണിക്കര, കീഴ്മാട് പഞ്ചായത്തുകളിലായി 19,73,80,000 രൂപയുടെ ലേബർ ബഡ്ജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗീകരിച്ചു. വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വാർഷിക ബഡ്ജറ്റാണ് ഇവിടെ അവതരിക്കപ്പെട്ടിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഭരണസമിതിയുടെ അവസാനത്തെ ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്. എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ മേഖലയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാ മേഖലയും, ആരോഗ്യ മേഖലയെയും പാർപ്പിട മേഖലയെയും ഭിന്നശേഷി കുട്ടികളെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് പട്ടികജാതി പട്ടിക വികസന വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനവുമായാണ് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുൻ വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരള സംസ്ഥാനത്തിനകത്ത് തന്നെ മാതൃകയാവുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. പാർപ്പിട മേഖലയ്ക്ക് 1,16,00,000 രൂപ വകയിരുത്തി. ആരോഗ്യ മേഖലയിൽ 1,40,00,000 രൂപ, വെങ്ങോല സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണത്തിനായി 30 ലക്ഷം, കാർഷിക മേഖലയ്ക്ക് 28 ലക്ഷം, ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി നൽകുന്നതിനായി 32 ലക്ഷം എന്നിങ്ങനെയാണ് തുക നീക്കിവച്ചിട്ടുള്ളത്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിന് 1,88,00,000 രൂപ വിനിയോഗിക്കും. വനിതാ ക്ഷേമത്തിന് 46 ലക്ഷം രൂപയും ഭിന്നശേഷി കുട്ടികൾക്ക് സ്കോളർഷിപ്പിനായി 54 ലക്ഷം രൂപ നൽകും. ഭിന്നശേഷി കലോത്സവത്തിനായി 3.5 ലക്ഷം ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വയോജനങ്ങളുടെ ക്ഷേമത്തിനായി 1,75,00,000 രൂപയും മാലിന്യമുക്ത നവകേരള പദ്ധതി, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി, പശ്ചാത്തല മേഖല എന്നിവയ്ക്ക് 2,83,00,000 രൂപയും നീക്കിവച്ചിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ CK ലിജി, PP എൽദോസ്, സതി ലാലു, മിനി രതീഷ്, രാജി സന്തോഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് റൈജ അമീർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ലിജോ അഗസ്റ്റിൻ, ഹെഡ് അക്കൗണ്ടന്റ് സോബി തോമസ്, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷരായ അസീസ് മൂലയിൽ, ഷാജിദ നൌഷാദ്, ലിസി സെബാസ്റ്റ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്ലോക്കിന്റെ ചരിത്രത്തിൽ 5 തുടർച്ചയായ ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ വൈസ് പ്രസിഡന്റ് എന്ന സ്ഥാനം ഇതോടെ അജി ഹക്കീം സ്വന്തമാക്കി. 2025-26 സാമ്പത്തിക വർഷത്തിലേക്കുള്ള വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഡ്ജറ്റാണ് ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീമതി അജി ഹക്കീം ഇന്ന് അവതരിപ്പിച്ചത്. വികസനോന്മുഖമായ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള ലക്ഷ്യത്തിന്റെ പൂർത്തീകരണമാണ് 5ാമത്തെ ബഡ്ജറ്റിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ആരോഗ്യ മേഖലയ്ക്കും പാർപ്പിട മേഖലയ്ക്കും പ്രാമുഖ്യം നൽകുന്ന ബഡ്ജറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ ചേർത്ത് പിടിക്കുന്ന ബഡ്ജറ്റായി മാറുകയാണ്. ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പിന് മാത്രമായി ഏതാണ്ട് 50 ലക്ഷത്തിലധികം രൂപ നീക്കിവെക്കുകയാണ്. വെങ്ങോലയിലെയും മലയിടംതുരുത്തിലെയും സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളുടെ മികവിന്റെ ഭാഗമായി നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ബഡ്ജറ്റിന്റെ ഭാഗമായി. അതേപോലെ മാലിന്യ വിമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം ഈ മാർച്ച് മാസം 30-ാം തീയതി സംസ്ഥാനം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള 6 പഞ്ചായത്തുകളും മാലിന്യ മുക്ത പഞ്ചായത്തുകളായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. സർവ്വ മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി അജി ഹക്കീമിനെ അഭിനന്ദിക്കുകയാണ്. വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ 5 തുടർച്ചയായ ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്ന ഏക വൈസ് പ്രസിഡന്റ്, ആദ്യത്തെ വൈസ് പ്രസിഡന്റായും ഈ ബഡ്ജറ്റ് അവതരണത്തിലൂടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.